ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. നമ്മൾ കയ്യിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയല്ല. അതിനകത്തോട്ട് വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഈ ഉണക്കമുളക്, അതായത് വറ്റൽ മുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒക്കെ റഫായിട്ടുള്ള കുക്കിങ്ങാണ് കേട്ടോ. നമുക്കിത് അരയ്ക്കാനുള്ളതാണ്. അപ്പം ഒരുപാടിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ റഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പനീർ ബട്ടർ മസാല മിക്കപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രെഡിനായാലും അതുപോലെ ചപ്പാത്തിക്കായാലും പൂരിക്കൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് എല്ലായ്പ്പോഴുമായി സെയിം ഇൻഗ്രീഡിയൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസും അതോ ടേസ്റ്റ് കൂട്ടാനുള്ള വേറെ എന്തൊക്കെ നമ്മൾ ഇടും അതിനകത്ത്. അപ്പോൾ അതേ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട ശേഷം പിന്നെ എൻ്റെ കയ്യിൽ കാഷ്യൂ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടാൻ പോകുന്ന ഒരു പിടി പീനട്ടാണ് കേട്ടോ. പീനട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിൻ്റെ തോല് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതായിരുന്നു ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ, കാഷ്യൂ നട്ട് ഇല്ലെങ്കിൽ. അപ്പം ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ആ സെയിം ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു റിച്ച് ലുക്ക് കിട്ടുകയും ചെയ്യും. ഗ്രേവിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും കേട്ടോ. ഇനി ഇതിനകത്തോട്ട് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിനും അതുപോലെ തന്നെ എരിവിനും വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തതും മുളക് പൊടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അരയ്ക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. എല്ലാം കൂടി ആ സ്മെല്ലൊന്ന്, മസാലപ്പൊടികളുടെ സ്മെല്ലും അതുപോലെ തന്നെ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരാനും, നമുക്ക് അരച്ചെടുക്കണമല്ലോ, ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരാനും മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. നമുക്ക് ഇതിനകത്തോട്ടൊരു മല്ലിയിലയുടെ ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഞാനൊരു 2 തണ്ട് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി ചേർത്തിട്ട് ഈ കുക്ക് ചെയ്ത ശേഷം തണുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വഴറ്റിയ എല്ലാ കൂട്ടും അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ സെയിം പാനിൽ തന്നെ ഇനി നമ്മൾ കുക്ക് ചെയ്യേണ്ടത് ബട്ടറിലാണ് കേട്ടോ. അപ്പോൾ 3-4 ക്യൂബ്സ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിനോടൊപ്പം തന്നെ ഞാൻ പനീറും ഇട്ട് കൊടുക്കുകയാണ്. ഇത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം, പക്ഷേ കുറച്ചുകൂടി എളുപ്പമാവാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പനീറും കൂടി ഇട്ട് പിന്നെ അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മസാലപ്പൊടികൾ പിന്നെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാലപ്പൊടി നമ്മളിതുവരെ ചേർത്തിട്ടില്ല, പട്ടയും ഗ്രാമ്പും ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഗരം മസാലപ്പൊടികളും 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പൊടികളുടെ ഒരു സ്മെല്ല് പോയ ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ ഈ ഗ്രേവി ഇപ്പോൾ തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനകത്തോട്ട് ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം മിക്സിയുടെ ജാറിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കസ്തൂരി മേത്തിയാണ്. അതൊരു സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കാം. അത് കയ്യിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് ഇതിനകത്തോട്ട് ഗരം മസാല കുറച്ച് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനായിട്ട് തൂവി കൊടുക്കണം. പിന്നെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ലാസ്റ്റ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത ശേഷം 2-3 ക്യൂബ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഫ്രഷ് ക്രീമും ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഞാനിത് എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യാണ് പതിവ് കേട്ടോ. ഇപ്പോൾ തന്നെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പനീർ ബട്ടർ മസാലയാണ് കേട്ടോ.